അപ്പോ അനിയന്ത്രിതാവസ്ഥയാണ് ആ, നമ്മളുടെ ഒന്നാം പടിയുടെ ഭാഗം. ആ, യഥാർത്ഥത്തിലെ കൂട്ടായ്മയിലേക്ക് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അനുഭവിച്ച് കടന്നു പോകുന്ന, ഇപ്പോഴും ഒരു പരിധിവരെയൊക്കെ പല കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അനിയന്ത്രിതാവസ്ഥ. അപ്പോ കുടിച്ച കാലഘട്ടങ്ങൾ എല്ലാവരുടെയും ഏതാണ്ടൊക്കെ ഒരേപോലെ ഒക്കെ തന്നെ ആയതുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളൊന്നും ആയിരിക്കില്ല എനിക്കും പങ്കുവെക്കാനുള്ളത്. ആ, ആദ്യകാല ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള കുടിയിൽ നിന്ന് അതൊരു ശീലമായി, പിന്നീട് അതൊരു ഒഴിയാബാധയായി മാറിയ കഥകളൊക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അൺമാനേജബിലിറ്റി വന്നത്, അത് ആദ്യം തന്നെ അത് കേട്ടപ്പോ ജീവിതം അനിയന്ത്രിതമായോ എന്ന ഒരു ചോദ്യം, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാക്കി നടത്തുന്നു എന്ന ഒരു ധാരണ, ഒരു കാര്യത്തിൽ പോലും എൻ്റെ മാനേജബിലിറ്റിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന ഒരു ചിന്ത. അപ്പൊ അവിടെയൊക്കെ ആ, പലരും പറയുന്നു, നിനക്ക് മദ്യം നിയന്ത്രിച്ച് കുടിക്കാൻ കഴിയില്ല, മദ്യപിച്ച് കഴിഞ്ഞ നിന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ള പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനോടൊക്കെ ഒരു നിഷേധ മനോഭാവം, ഞാൻ പണം ഉണ്ടാക്കുന്നു, ഞാൻ അതിൻ്റെ ഒരു ഭാഗം, ഒരു രസം, ഒരു സന്തോഷത്തിനു വേണ്ടി കുടിക്കുന്നു എന്നൊക്കെയുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരു കാലഘട്ടം. അപ്പൊ അവിടെയൊന്നും ഈ എൻ്റെ മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനത ഒരിക്കലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഞാൻ ഉപയോഗിക്കുന്നു, ആവശ്യമില്ലാത്തപ്പോൾ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നു. എല്ലാവർക്കും എല്ലായ്പ്പോഴും നമ്മളൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് അത്യാവശ്യം പവർ ഉണ്ട് എന്ന ഒരു ചിന്ത. ആ, അപ്പോ ഈ അനിയന്ത്രിതമാണ് ജീവിതമെന്ന് മനസ്സിലാക്കാനായിട്ട് കൂട്ടായ്മയിൽ വന്നതിന് ശേഷം കുറേ സമയം എടുത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചികിത്സാലയം സഹായിച്ചിട്ടുണ്ട്, ആ, കൂട്ടായ്മയിലെ മുന്നേ പോയ അംഗങ്ങളുടെ ഷെയറിങ്ങുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് എനിക്ക്, ഞാൻ പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, അത് നമ്മളെല്ലായ്പ്പോഴും ചിന്തിക്കുന്ന മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ, ഒരു പെഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റാത്ത അവസ്ഥ, ഇനി വേണ്ട എന്ന് കടുത്ത തീരുമാനങ്ങൾ എടുത്താലും വീണ്ടും കുടിച്ചു പോകുന്ന അവസ്ഥ. അത് ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് മേൽ മദ്യത്തിൻ്റെ ആ കമാൻഡ്, ആജ്ഞ, അത് നിറവേറ്റുന്ന ഒരവസ്ഥ. അവിടെ ഒന്നും എൻ്റെ ഇഷ്ടങ്ങൾക്കോ, എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കണമെന്ന് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റണമെന്നായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ആ ലഹരിയുടെ വിടാപിടുത്തം എന്നെ കീഴടക്കിയ കാലഘട്ടം. നിയന്ത്രണം ഉണ്ടെന്ന് പല തീരുമാനങ്ങളിലും, പല ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിലും, പ്രത്യേക ദിവസങ്ങൾ, ഏതെങ്കിലും ഒരു ഒക്കേഷണൽ ഡേയിൽ മാത്രം കുടിക്കാമെന്ന തീരുമാനം, കുടിച്ചാൽ ഞാൻ എൻ്റെ ജോലി കറക്റ്റായിട്ട് നോക്കുമെന്നുള്ള ധാരണകൾ, പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഈ മറ്റുള്ളവരോട് ഉള്ള ആ ഒരു താരതമ്യപ്പെടുത്തൽ. രാവിലെയൊക്കെ എഴുന്നേറ്റ് എല്ലാ സുഹൃത്തുക്കളും, കൂടെ കുടിച്ച സുഹൃത്തുക്കളൊക്കെ മിക്കവാറും വിളിക്കും, ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് പതുക്കെ വിളിക്കും, എടാ നിനക്ക് സങ്കടം വരുന്നുണ്ടോ, നിനക്ക് കരച്ചിൽ വരുന്നുണ്ടോ, നിനക്ക് വിഷമമുണ്ടോ,
നെഞ്ചിനൊരു വല്ലാത്ത പ്രയാസം തോന്നുന്നു. കാരണം ഞങ്ങൾ ഒരു 9 പേരാണ് ഒന്നിച്ച് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം അതിൽ ഒരു 3-4 പേരൊക്കെ മിക്കവാറും ഉണ്ടാവും, കമ്പനിക്ക് ഉണ്ടാവും. അപ്പം അവരെയൊക്കെ രാവിലെ ഒന്ന് വിളിക്കും. എടാ, നിനക്ക് വിഷമം ഉണ്ടോടാ? നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോടാ? നിനക്ക് വല്ലാത്ത ഭയപ്പാട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം അവരൊക്കെ പറയും, എടാ നീ എന്തിനാ അങ്ങനെ വിഷമിക്കണത്? നിനക്കെന്താ അങ്ങനെയൊക്കെ തോന്നണ്ടോ? ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു വിഷമങ്ങളും ഇല്ല. അങ്ങനെ ഒരു വിഷമത്തിന്റെ എന്താ ആവശ്യം? നമ്മൾ ഇന്നലെ നല്ല അടിച്ചു പൊളിച്ച് ഇന്നലെ നമ്മൾ സന്തോഷിച്ചില്ലടാ. പിന്നെ നിനക്കിപ്പോ എന്താ പ്രശ്നം? ആ ചോദ്യമാണ് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്കെന്താ പ്രശ്നം? ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കൂടെ കുടിച്ച ഒരു മനുഷ്യനും ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് മാത്രം ഭയങ്കര പ്രശ്നം. എനിക്ക് അകാരണമായ ഭയപ്പാട്, അകാരണമായ സങ്കടം, കരച്ചിൽ വരുന്നു. രാവിലെ ഒന്ന് ആ ഒരു സമയം ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് വല്ലാതെ പാടുപെടുന്നു. എല്ലാ ദിവസത്തെ കുടിച്ച് കൂത്താടലിന് ശേഷവും ഈ രാവിലത്തെ സമയം ഒന്ന് ഓവർകം ചെയ്യും. രാവിലെ വളരെ ഭീതിയോടുകൂടി കാണേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോ അങ്ങനെ ആ അൺമാനേജബിൾ ആയതുകൊണ്ടാണ് ഞാനൊരു പവർലെസ് ആയിട്ടുള്ള ആൽക്കഹോളിന്റെ മേൽ ഞാനൊരു പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് ഒന്നും ആ സമയത്ത് പൂർണ്ണമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ എനിക്ക് മാത്രം എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നല് കടന്നു വന്നു എന്നുള്ളതാണ്. വീട്ടിലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. അവര് വളരെ സംശയത്തോടു കൂടി എന്നെ വീക്ഷിക്കാൻ തുടങ്ങി. ഇതെന്താണ് ഇയാള് ഒക്കേഷണലി ഒക്കെ വല്ലതും കഴിക്കണേന് പറയാം. ഇത് എല്ലാ ദിവസവും കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണോ, അല്ലെങ്കിൽ വിവാഹ വാർഷികമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം, എന്നും ഇങ്ങനെ ഒരു ദിവസം ഇത് വരുമോ? അങ്ങനെ വന്നാൽ തന്നെ ഇയാൾക്ക് ആവശ്യത്തിന് കുടിച്ചാൽ പോരെ? ഇയാൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാലിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കുടിച്ചിട്ട് വരുന്നത്? അങ്ങനെ പതുക്കെ പതുക്കെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു ഒറ്റപ്പെടലിലേക്ക് പോയ സമയങ്ങൾ, അവരുടെ വാക്കുകൾ വളരെ തീക്ഷ്ണമായി തുടങ്ങിയ സമയങ്ങൾ. അപ്പൊ ഈ ഞാൻ എൻ്റെ ബന്ധങ്ങളെല്ലാം പതുക്കെ പതുക്കെ അയയുകയാണ്, അല്ലെങ്കിൽ അതിങ്ങനെ അയഞ്ഞു പോവുകയാണ്, പതുക്കെ അകന്നകന്ന് പോവുകയാണെന്ന് തിരിച്ചറിവ് എനിക്ക് ആ സമയത്തില്ല. അപ്പൊ എൻ്റെ ബന്ധങ്ങളെല്ലാം പതുക്കെ, ഓഫീസിലാണെങ്കിലും എൻ്റെ ജോലി കാര്യങ്ങളിൽ എൻ്റെ മാനേജറെ വിളിച്ചിരുത്തിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, വൈകുന്നേരം പിന്നെ ബൈജുവിനെ കിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ഒരു വലിയ ഡിപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ബൈജുവിന് തലയ്ക്ക് വെളിവില്ലാണ്ട് എങ്ങനെ ബൈജു പോയി അത് ക്ലോസ് ചെയ്യും? അപ്പോൾ ബൈജുവിനെ വൈകിട്ട് കിട്ടില്ല, ഒരു 2 മണിക്കുള്ളിലൊക്കെ കിട്ടിയാൽ ഭാഗ്യം. 2 മണി കഴിഞ്ഞാൽ പിന്നെ ബൈജുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഓഫീസിൽ പറയുന്നവരാ. ഒരു കുടിയനായി മാറി ആ ബന്ധങ്ങളിലെല്ലാം ഒരു വ്യവസ്ഥയില്ലാത്തവൻ, ഒരു അടുക്കും ചിട്ടയില്ലാത്തവൻ, ധിക്കാരി, അഹങ്കാരി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ആ ബന്ധങ്ങളിലെല്ലാം ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നിയന്ത്രണം അവിടെയൊക്കെ ഞാൻ അവരുടെ മേലെയൊക്കെ നല്ല കൺട്രോൾഡ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവിടെയൊക്കെ എനിക്ക് ആ കൺട്രോളൊന്നും എനിക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തെങ്കിലും ആവശ്യത്തിന് ഒരു 5 മണിക്കോ 6 മണിക്കോ മാനേജർ വിളിച്ചു കഴിഞ്ഞാൽ അയാളോട് അങ്ങോട്ട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണതിന് പകരമായിട്ട് അങ്ങോട്ട് ആദ്യം തന്നെ തട്ടിക്കയറും. പിന്നെ ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം വരില്ലല്ലോ. മൂടി ശരിയല്ല എന്ന് മനസ്സിലായി അപ്പം അദ്ദേഹം വെക്കും. പിറ്റേ ദിവസം രാവിലെ പുള്ളി വിളിക്കും. അങ്ങനെയൊക്കെ ആ ബന്ധങ്ങളെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ ഒരു സാഹചര്യം. ജീവിത സാഹചര്യങ്ങൾ മാറിയ സാഹചര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ജോലിയിൽ ശ്രദ്ധക്കുറവ്, വിശ്വാസം കേട് കാണിക്കുന്ന അവസ്ഥകൾ, ജോലി സംബന്ധമായി അന്നൊക്കെ, ഇന്നാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ക്യാഷ് ട്രാൻസാക്ഷൻ കുറഞ്ഞ സമയം ഇപ്പോഴാണ്. അന്നൊക്കെ ഇഷ്ടംപോലെ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കും.
അപ്പോൾ ആ ക്യാഷൊക്കെ എടുത്തിട്ട് മറിക്കും. അത് മറിച്ച് തിരിച്ച് അടുത്തത് കിട്ടുമ്പോൾ ഇപ്പുറത്ത് അടച്ച്, ഇപ്പുറത്ത് കിട്ടുമ്പോൾ മറ്റടുത്ത് അടച്ച്, അങ്ങനെ മറിച്ചും തിരിച്ചും ആ, ഒരു രീതിയിൽ നിക്കാക്കള്ളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ രണ്ട് പേര് തമ്മിൽ, ചേട്ടനും അനിയനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അടി ബഹളാക്കുക. ഈ രണ്ടുപേരുടെ അടുത്തുനിന്നും ഞാൻ ക്യാഷ് വാങ്ങും. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയില്ലല്ലോ. അങ്ങനെ പലിശയ്ക്ക് ആണ് രണ്ടും വാങ്ങണത്. ചെറിയ ചെറിയ പലിശയ്ക്കൊക്കെയാണ് വാങ്ങണത്. അത് പതുക്കെ പതുക്കെ വളർന്ന് വലിയ പലിശയായി. എന്തിനു പറയണു, അവസാനം അവിടെ നിക്കക്കള്ളില്ലാത്ത ആ വാടക വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോരേണ്ടി വന്ന കാര്യങ്ങൾ. ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. പൈസ അടയ്ക്കാൻ തന്ന പൈസ അടയ്ക്കാതെ ഓഫീസിൽ ആരെങ്കിലും അന്വേഷിച്ച് വന്നെങ്കിലോ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഇങ്ങനെ മൂവാറ്റുപുഴ ടൗണിലുള്ള ഒട്ടുമിക്ക പലിശക്കാർ 12 രൂപ ഡെയിലി കളക്ഷന് പലിശക്ക് എടുത്തു പോലും ക്യാഷ് റോൾ ചെയ്ത് ഏതാണ്ട് ഒരു 2010 ജൂൺ മാസം 1-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 10-15 ലക്ഷം രൂപയുടെ ബാധ്യത ഇതേ രീതിയിൽ തന്നെ. ഈ അടുത്ത് ഒരു സ്ഥലത്തുനിന്ന് 15,000 വാങ്ങിച്ച് തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 20,000 വാങ്ങും. കാരണം 5,000 കള്ളു കുടിക്കാൻ വേണമല്ലോ. തൊട്ടടുത്തുനിന്ന് പിന്നെ മറിക്കണത് 25,000-നായിരിക്കും. അതിൻ്റെ അടുത്തുനിന്ന് 30,000-ന്, 35,000-ന്, 50,000-ന് ഇങ്ങനെ മറിച്ച് ഒരു മാസം പലിശ കൊടുക്കാൻ പോലും ഞാനും എൻ്റെ ഭാര്യയും ശമ്പളം കിട്ടുന്ന പൈസ പലിശ കൊടുക്കാൻ പോലും തികയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് 2010 എത്തിപ്പെട്ടത്. അപ്പോ ഇവിടെ ഒന്നും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. എൻ്റെ അൺമാനേജബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, എൻ്റെ ജോലി കാര്യങ്ങളിൽ ഒന്നും എനിക്ക് എൻ്റെ സാമ്പത്തിക കുഴപ്പങ്ങളുണ്ട്. സാമ്പത്തിക അൺമാനേജബിലിറ്റി എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കൂടി വന്ന് ഞാൻ ഇവിടെ ഒരു ക്ലിനിക്കിൽ, ഞാൻ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുന്ന ഒരു ക്ലിനിക്കിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷുഗർ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല, ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നണോ? അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചുമ്മാ ഒന്ന് നോക്കിയേക്കാം, ഇത് ലക്ഷണമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ആദ്യമായിട്ട് 390 ഫാസ്റ്റിങ്ങിൽ ഷുഗർ ഡയബറ്റിക് ആണെന്ന് തിരിച്ചറിയാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് ആ ഒരു ശാരീരികമായ അസ്വസ്ഥതകൾ ഇതെന്നെ ഒരു സ്ഥിര രോഗിയായി മാറ്റി എന്നുള്ളത് വല്ലാതെ മാനസികമായിട്ടും തളർത്തി കളഞ്ഞു എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇങ്ങനെ ഈ അൺമാനേജബിലിറ്റിയുടെ കഥ ഇങ്ങനെ പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒട്ടനവധി അനുഭവങ്ങൾ. ന്യൂ ഇയർ സെലിബ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിൽ ഇതേപോലെ തന്നെ വീട്ടിൽ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി ചെയ്യാം. അപ്പോൾ ഈ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സാമ്പത്തിക സഹായങ്ങളൊക്കെ അന്നും കടം മേടിച്ചിട്ടാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുടി മൂലം തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം വീഴ്ചകൾ സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പല കാര്യങ്ങളിലൂടെ ഉരുണ്ടും പിഴഞ്ഞും ഒക്കെ നടന്ന് കൂട്ടായ്മയിൽ 2005 കൂട്ടായ്മയെ കണ്ടെത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 8 മാസക്കാലം 2005 ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് ഒരു 2 വർഷം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്ത് സുരക്ഷാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള, സുരക്ഷാ ഹോസ്പിറ്റലിൻ്റെ താഴെ തന്നെ
ഒരാഴ്ച താമസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വേറൊരു ഹോട്ടലിലേക്ക് താമസം മാറിയത്. അന്നൊന്നും ഈ മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡൊന്നും കണ്ടിട്ടൊന്നും നമുക്കൊന്നും ഒന്നും തോന്നിയില്ല എന്നുള്ള, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണേ എന്നുള്ള ചിന്താഗതിയാ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ പോരേണ്ടി വന്നു. 2 വർഷം കൊണ്ട് അടിപിടി ബഹളങ്ങള്. ഈ ജോലി കാര്യങ്ങളിൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തില്ല. സ്ഥലം മാറ്റം തന്നു കോട്ടയത്തേക്ക്. അങ്ങനെ കോട്ടയത്ത് വന്ന് ഏറ്റുമാനൂര് അമ്പലത്തിന്റെ ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു ഹോസ്റ്റലില്, ഒരു ജെൻസ് ഹോസ്റ്റലിൽ താമസിച്ച് അവിടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ അവിടെ ഏറ്റുമാനൂർ ചൈതന്യ ഗ്രൂപ്പിന്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് അവർ അവിടെ വന്ന്, കോഴിക്കോട് നിന്ന് വന്ന സുഹൃത്തുക്കൾ. അപ്പം അങ്ങനെ അവിടെ വന്നത് മുതലാണ് ഈ എ എ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുത്ത്. പിന്നീട് ഒരു 8 മാസത്തേക്ക് കുടിച്ചില്ല. 8 മാസം കഴിഞ്ഞ് 8 മാസത്തിന്റെ ഉള്ളിൽ ഒട്ടനവധി വലിയ വലിയ നേട്ടങ്ങളും ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും ഒക്കെ അന്ന് ആ കാലത്ത് കിട്ടിയതാണ്. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ജോലി, അത്യാവശ്യം സാമ്പത്തികമാണെങ്കിൽ നല്ല, അന്ന് കിട്ടണേക്കണ ഒരു 3 ഇരട്ടി ശമ്പളം കൂടുതൽ കിട്ടിയ ഒരു കാര്യം. ഒരു ടീം മാനേജരായിട്ട് തന്നെ അത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി. അത് ജോലിയും വലിയ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അത് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഒരു രീതിയിലും ഒരു വലിയ താല്പര്യത്തോടു കൂടിയൊന്നും അല്ല. പിന്നെ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ പഴമക്കാരായ ആളുകൾ, തലനരച്ച ആൾക്കാർ, നമ്മുടെ പുരുഷോത്തമൻ സാറ് ഏറ്റുമാനൂര്, അതുപോലെ തന്നെ ജോബേട്ടൻ കോട്ടയം, ഇങ്ങനെയൊക്കെയുള്ള പഴമക്കാരായ ആൾക്കാരൊക്കെയാണ് അന്നത്തെ കാലത്ത് കൂട്ടായ്മയിലുള്ളത്. അപ്പോൾ അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനിയേഴ്സ് ആയതുകൊണ്ട് എന്നെപ്പോലെ ചെറുപ്പക്കാരായിട്ട് വേറെ ആരുമില്ല. എനിക്കന്ന് 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ 30 വയസ്സില്ല, 30 വയസ്സില്ല, 30 വയസ്സ് എത്തിയിട്ടില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ആ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത രീതിയായിട്ടൊന്നും ഒത്തുപോകുന്നില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവിടെ അപ്പം തന്നെ ഒരു അകൽച്ച ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ മീറ്റിങ്ങിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പക്ഷെ കുടി നിർത്തുകയും ചെയ്തു. കുടിക്കുന്നില്ല. 8 മാസക്കാലം കുടിക്കാതെ ഇങ്ങനെ നടന്നു. 8ാമത്തെ മാസം വീണ്ടും കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4-4.5 കൊല്ലം, 2010 വരെ സ്ഥിരമായിട്ട് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും, അങ്ങനെ കയറി ഇറങ്ങി റിലാപ്സിന്റെ കുറേ കാലഘട്ടങ്ങൾ. 2010 ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇത്രയും ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എന്നെ കൂട്ടായ്മയിൽ പരിചയപ്പെടുത്തിയ സുഹൃത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ വിളിക്കുമായിരുന്നു. നമ്മൾ ഒത്തിരി കാലം ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഒരു ധാരണ പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ച് 2010 ജൂൺ മാസം 2-ാം തീയതി ഒരു ചികിത്സാലയത്തിൽ, മാനന്തവാടി വിൻസെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ 1-ാമത്തെ പടിയിലെ കുറേ ക്വസ്റ്റ്യനെയറുകൾ ഇങ്ങനെ ചോദിച്ചു. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ, നിങ്ങൾ ആദ്യമായിട്ട് കുടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ആദ്യമായിട്ട് കുടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, കുടിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാനസികാവസ്ഥകൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അതൊക്കെ ഇങ്ങനെ കേട്ടു. കുറേയൊക്കെ എഴുതാൻ പറഞ്ഞു, കുറേയൊക്കെ എഴുതി. അങ്ങനെ 1-ാമത്തെ സ്റ്റെപ്പ് ഒന്ന് അംഗീകരിക്കാൻ ഉള്ള ഒരു മനസ്സ്. അവിടെ എവിടെയെങ്കിലും ഒന്ന് തലകുനിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ 1-ാമത്തെ പടിയിൽ അവിടുത്തെ കൗൺസിലർ തന്നെ പറഞ്ഞു, നീ എന്ത് വലിയ ആളാന്ന് നിനക്ക് ഒരു ഭാവം ഉണ്ടെങ്കിൽ ആ ഭാവമൊക്കെ മാറ്റിവെച്ച് തല കുനിക്കാൻ തയ്യാറാവുന്നത് വരെ നിനക്ക് വിജയം ഉണ്ടാവില്ല. നിനക്ക് മദ്യത്തിന്റെ മുന്നിലെന്ന് മാത്രമല്ല
എല്ലാത്തിൻ്റെയും മുന്നിൽ നീ ശക്തിഹീനനാണെന്ന് ഇത്രയും സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സിസ്റ്റർ 2-3 ദിവസം, ആദ്യത്തെ 2-3 ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, മദ്യത്തിൻ്റെ മുന്നിൽ അല്ല, മദ്യപാനം നിനക്കൊരു പ്രശ്നമാണോ, മദ്യപാനം നിനക്കൊരു പ്രശ്നമാണോ എന്ന് 2-3 ദിവസം അവരെൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കുടിക്കുമ്പോൾ 2 കൂടുതൽ അടിക്കുന്നുള്ളതല്ലാണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ, അതുപോലെ എൻ്റെ ബന്ധുമിത്രാദികൾ, അവർക്കൊന്നും ഒരു കുറവുകളും വരുത്താതെ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് പ്രശ്നം എന്നാണ് പറയുന്നത്? അപ്പോൾ അവർ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടും. പിറ്റേ ദിവസവും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന റൂമിലേക്ക് പോകുമ്പോൾ അവർ വീണ്ടും ചോദിക്കും, നിന്റെ മനോഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോടാ, നിനക്ക് മദ്യപാനം ഒരു പ്രശ്നമാണോ? ഇത് 2-3 ദിവസം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ തന്നെ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടായി. അപ്പോഴാണ് ഈ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം, ഈ രാവിലെകൾ ഉണ്ടാവുന്ന സങ്കടങ്ങൾ. ജോലി സ്ഥലത്ത് ഞാൻ കുടിക്കാണ്ട് വന്നാൽ പോലും എൻ്റെ മാനേജർ എന്നോട് ആ ഡോർ അങ്ങ് തുറക്കുമ്പോൾ തന്നെ പുള്ളി പറയും, ലീവ് എടുത്തോട്ടോ, ലീവ് എടുത്തോ, ലീവ് എടുത്തോ, വരണ്ട വരണ്ട. അവിടെ തുറക്കുമ്പോൾ എനിക്ക് ഇവിടെ മണം കിട്ടി, ഇന്ന് വരണ്ട, കയറണ്ട കയറണ്ട, ഇവിടെ പബ്ലിക്കൊക്കെ വന്ന ഓഫീസാണ്, ഇവിടെ പറ്റത്തില്ല. ഇയാള് കുടിച്ചിട്ട് വന്നിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അടുത്തുനിന്ന് നിൽക്കുന്ന സംസാരിക്കാൻ. അപ്പൊ സാറേ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ആണ് സാറേ, ഞാൻ ഇന്ന് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല, എത്രയൊക്കെ കാല് പിടിച്ച് പറഞ്ഞാലും കേൾക്കില്ല. ഇല്ലില്ല ശരിയാവില്ല, ഇല്ല ബൈജു, വേണ്ട വേണ്ട, നീ ലീവ് എടുത്തോ, ലീവ് ഉണ്ടല്ലോ, ലീവ് എടുത്തോ, ലീവ് എടുത്തോ, പൊയ്ക്കോ പൊയ്ക്കോ. ഒരിടത്ത് പോലും ഒരു വിശ്വസിക്കില്ലാത്തൊരവസ്ഥ. ഭാര്യയാണെങ്കിൽ പതുക്കെ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കും, എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു കുഞ്ഞേ ഉള്ളൂ, അത് ആ, ഞാനൊരു തീരുമാനം എടുക്കാൻ എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുന്ന ഒരു ഭീഷണി. അതങ്ങനെ മറ്റൊരു മനുഷ്യന് പോലും ഒരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടം. അപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു വരികയാണ്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ കടന്നു വന്നെങ്കിൽ പോലും 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമായപ്പോൾ ആ ചികിത്സാലയത്തിൽ നിന്ന് ചാടണമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ആ സിസ്റ്ററുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം പലിശക്കാർ വീട്ടിൽ കയറുമോ, ജോലി സ്ഥലത്തേക്ക് ഞാൻ കൊടുക്കാനുള്ള, ഞാൻ റോൾ ചെയ്ത് മറിച്ചും തിരിച്ചും വെച്ചേക്കുന്ന ആൾക്കാർ എന്നെ അന്വേഷിച്ച് ഓഫീസിൽ വരുമോ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ പേടി. അപ്പൊ അവിടുന്ന് ഒരു മണിക്കൂർ ഇടവിട്ട് അവിടെ ഒരു കോയിൻ ബോക്സ് ഇരിപ്പുണ്ട്, ആ താഴെ ₹1 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വിളിക്കാം. അപ്പോഴങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, കൂട്ടുകാരാ ഓഫീസിൽ ആരെങ്കിലും വന്നോടാ, ആരെങ്കിലും വന്നോടാ, വീട്ടിലേക്ക് വൈഫിന്റെ അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക്. അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ടുള്ളതല്ല. എന്നാലും അവരോട് വിളിച്ചു ചോദിക്കും, വീട്ടിലാരെങ്കിലും ഉണ്ടോ, വീട്ടിലാരെങ്കിലും വന്നോ പോയോ തിരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു പേടി, ഒരു രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. ഉടനെ സിസ്റ്റർ പറഞ്ഞു, ഓക്കെ എന്നാൽ ഇയാൾ പോണേ പോയിക്കോ, ഇവിടെ ഗേറ്റ് ഒന്നും, അവിടെ ഗേറ്റ് ഇപ്പോഴും അടക്കണില്ല, ഗേറ്റ് ഒന്നും അടക്കണ പരിപാടിയില്ല, ഇയാൾ പോണേ പോയിക്കോ, പക്ഷെ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ഉറപ്പിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ എന്ന് പറയാണ്. ഇല്ല എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയി, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പോരാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ആ, ഇയാള് പോണതിന് മുമ്പ് അവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ കുറച്ച് സമയം ഒന്ന് കയറി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടോ എന്ന് പറയാ. ഞാൻ ആ ചാപ്പലിൽ കയറിയിരുന്നു, ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്ന് അരമണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, പുറത്ത് വന്നില്ല. ഉടനെ എന്നോട് പൊക്കോളാൻ പറഞ്ഞ സിസ്റ്റർ പുറത്ത് വന്നിച്ചൊക്കെ നോക്കി, ഇത് എന്നതാ അവനവിടെ പരിപാടി. അപ്പൊ അവിടെ ഒരു യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം അവിടെ ഉണ്ട്. അതിലെല്ലാവരും അതിലിങ്ങനെ പിടിച്ചിട്ട് നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, കരയണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എന്തായാലും പോരുമല്ലേ. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ. ഈ ഒരു പേടി, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള ഒരു പേടി, അത് വല്ലാതെ എന്നെ അലട്ടുന്നു. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ദൈവമേ, ഇത്രയും
അന്ന് 10-25 വർഷക്കാലം അവര് ഈ എന്നെ പോലെയുള്ള ഒത്തിരി രോഗികളെ ചികിത്സിച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൗൺസിലറാണ് അവര്. അപ്പൊ അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ഒന്ന് വേണ്ട രീതിയിൽ അവരുടെ ആ ചികിത്സാലയത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു മനസ്സ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് കുറേ സമയം അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞ് എനിക്ക് വല്ലാത്ത ഒരു വിഷമവും ഒക്കെ ആയി. എന്തായാലും എന്തും വരട്ടെ, ഇവിടെ ഇനി ഇപ്പൊ ആകാശം അങ്ങ് ഇടിഞ്ഞു വീഴും. ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ സ്പോൺസറെയൊക്കെ വിളിച്ചു, അവിടുന്ന് ഞാൻ പോരുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞു എന്നോട്, എന്നെ മോനെ നീ പോരല്ലേ, നീ അവിടെ നിൽക്കുക, നിന്റെ ജീവിതം മാറാൻ പോവാണ്, നീ അവസാന സമയത്ത് നീ ഇട്ടിട്ട് പോരല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു കാലം. എന്തായാലും ചുരുക്കി പറഞ്ഞാല് അവിടുന്ന് അതുപോലെ ഒരു മാനസിക വിഷമം ഇന്ന് 15 വർഷം 7 മാസം കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള അവസാനത്തെ ഒരു കരച്ചിലാണ് അന്നാ കരഞ്ഞത്. എന്തായാലും മനസ്സൊന്ന് ശാന്തമായി തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചോദിച്ചു പോവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോണില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, കോഴ്സ് കഴിഞ്ഞേ പോകണുള്ളൂ. എന്തായാലും ആ ബന്ധം പിന്നീട് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ട് ആ ബന്ധങ്ങളെല്ലാം നിലനിർത്താനും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു ആശ്വാസം, എന്നെ പോലെ ഇതിനപ്പുറം പ്രശ്നങ്ങളുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് ഒരു ബോധ്യം, ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്താതെ, ഭാര്യയോ മക്കളെയോ ബന്ധുമിത്രാദികളെ ആരെയും കുറ്റപ്പെടുത്താതെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ്, എന്നിലാണ് മാറ്റം വരേണ്ടത്, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഇതൊക്കെ ഒന്നാം പടിയിൽ ജീവിക്കാൻ, ആ പവർലെസ്നെസ് എങ്ങനെയാണെന്ന് ഓരോ ദിവസവും ഓർമ്മിക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കടന്നു വരാനുണ്ടായാൽ അപ്പം തന്നെ ആ പഴയ ഓർമ്മകളെ, പഴയ അവസ്ഥകളെ കുറിച്ച് ഓർക്കാൻ, ഇങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസുകൾ എനിക്ക് അപകടമാണ്, അവിടെയും ഞാൻ നിസ്സഹായനായി പോകും, ഒരു പെഗ് ഞാൻ എടുക്കേണ്ടി വന്നാൽ എനിക്ക് പ്രശ്നമാണ്, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ബാധിച്ചിരിക്കുന്നതാണ് ഈ രോഗാവസ്ഥ. അതുകൊണ്ട് ഞാൻ എന്നും എൻ്റെ രാവിലത്തെ എൻ്റെ പ്രാർത്ഥനയിൽ വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസ്, ഇന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സുഖദുഃഖങ്ങൾ ഉണ്ടായാലും മദ്യപിക്കില്ലെന്ന് ദൈവവുമായി പ്രതിജ്ഞ ചെയ്യുകയും ആ പ്രതിജ്ഞ പ്രത്യക്ഷരം നടപ്പിലാക്കാൻ ഞാൻ എന്നോട് തന്നെ കടുത്ത സത്യസന്ധനായിരിക്കുകയും തുറന്ന മനസ്സിലുള്ളവനായിരിക്കുകയും ചെയ്യും എന്ന ഒരു പ്രാർത്ഥന അവിടുന്ന് ഒരു പുനർപതനത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ചെറിയ കൈപ്പുസ്തകം, അത് അവിടുത്തെ ഞങ്ങളുടെ കൗൺസിലർ സിസ്റ്റർ സെലിൻ എഴുതിയിട്ടുള്ളതാണ്. അതിനകത്തൊരു പ്രാർത്ഥന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ ഒരു പ്രതിജ്ഞ പോലെ എടുത്ത് ഓരോ ദിവസവും തുടങ്ങിയപ്പോൾ സത്യത്തിൽ അതിൻ്റെ ആ ഒരു ഒന്നാമത്തെ പടി അംഗീകരിക്കൽ ഒരിക്കലും ഒരു പരാജയമല്ല എന്ന തിരിച്ചറിവാണ്. അത് നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഡെയിലി റിഫ്ലക്ഷനിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. അനിയന്ത്രിതാവസ്ഥ സമ്മതിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നത് എന്ന തിരിച്ചറിവാണ്. അനിയന്ത്രിതാവസ്ഥ അംഗീകരിക്കാതിരിക്കുന്ന അത്രയും കാലവും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മേലെ, എൻ്റെ ദൈവത്തിൻ്റെ നേരെ വാതിലടച്ച് നിർത്തിയായിരുന്നു എന്നുള്ള ചിന്ത. അപ്പോൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ആ വലിയ ശക്തിയെ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ വലിയ ആ ശക്തിയുടെ നിയന്ത്രണത്തിൽ, രണ്ടാം പടിയിൽ എന്നേക്കാൾ വലിയൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങി, മൂന്നാം പടിയിൽ ആ ശക്തിയിലേക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ജീവിതവും വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, 1, 2, 3. അപ്പൊ അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ ഇന്ന് ഞാനൊരു ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കുവച്ചതുപോലെ തന്നെ എനിക്ക് പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു നിയന്ത്രണവുമില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളുടെ നിയന്ത്രണം ആ ദൈവത്തിങ്കൽ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ
എന്താ പറയുക, എന്നിലുള്ള എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അത്ഭുതകരമായ കാര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് എന്നെ ആരും ഉപദേശിക്കാതെ, എനിക്കിവിടെ ഒരു ഒരു താരതമ്യ പഠനം ആവശ്യമില്ലാതെ ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ കഴിഞ്ഞ കാല കുടിച്ച ജീവിതം എനിക്ക് തന്നത് ഇന്ന് നന്നായി. അത് ഇന്നത്തെ ഈ ഒരു ദിവസം അത്രയും സന്തോഷകരമായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഓരോ ദിവസങ്ങളും ആ ആ ഒരു സെൽഫ് ഇൻവെന്ററി ഒക്കെ എടുത്ത് സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ ഇന്ന് ഈ അൺമാനേജബിലിറ്റി പൂർണ്ണമായിട്ടും അംഗീകരിച്ചപ്പോൾ മാത്രം സംഭവിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോഡ് എന്ന് പറയുന്ന എനിക്ക് ആ വലിയ ശക്തിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിച്ചപ്പോൾ ഇന്ന് ഈ ബാധ്യതകൾക്കെല്ലാം അവസാനം ഉണ്ടായി. ഇന്ന് ഞാൻ മൂവാറ്റുപുഴ ടൗണിൻ്റെ ഏതാണ്ട് ഒരു പരിസര പ്രദേശത്ത് തന്നെ നടന്ന് ടൗണിലേക്ക് പോകാനുള്ള ദൂരത്തിൽ എനിക്കൊരു ചെറിയ വീടും വാടകയ്ക്ക് താമസിച്ച് വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാലഘട്ടങ്ങളൊന്നും മറക്കാതെ സ്വന്തമായിട്ട് വാഹനങ്ങളും ഒരു രൂപ പോലും പലിശ കൊടുക്കേണ്ട അവസ്ഥകളിലേക്കൊന്നും പോകാതെ ജീവിക്കാൻ ഈ 15 വർഷം 7 മാസം കൊണ്ട് കൂട്ടായ്മ അനുവദിച്ചു. കൂട്ടായ്മ അതിനുള്ള അവസരങ്ങൾ തന്നു എന്നുള്ള. അപ്പം ഇത് സാധ്യമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്പോൺസർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫെലോഷിപ്പ് എനിക്ക് തരുന്ന ഒരു സുരക്ഷിതത്വം, ഫെലോഷിപ്പ് എനിക്ക് തരുന്ന, ഇപ്പം നമ്മൾ ഫെലോഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പം ഇന്നലെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, മലമ്പുഴ യാത്ര. അപ്പോൾ ഒരു വണ്ടിയിൽ ഞങ്ങൾ 50 പേര് വലിയ ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ആ യാത്ര വലിയൊരു ആനന്ദകരമായ യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 30 വർഷം കഴിഞ്ഞ ഈ മാനന്തവാടി വെൻച്ചങ്കരിയിൽ തന്നെ വെച്ച് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് കുറേ നേരം സംസാരിച്ചു. പിന്നെ പഴമക്കാരായ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, കോയമ്പത്തൂര്, അങ്ങനെ പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒട്ടനവധി ആളുകളെ ഇന്നലെ അവിടെ. ഇതാണ് യഥാർത്ഥ ഫെലോഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നത്, ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ വല്ല ഓൺലൈനിലും മീറ്റിങ്ങിലും കയറിയിരിക്കാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു മാധുര്യം, എനിക്ക് ശേഷം വന്നവരുണ്ട്, എനിക്ക് മുന്നേ പോയവരുണ്ട്, എൻ്റെ സമകാലികരായ ആൾക്കാരുണ്ട്, ഇവരെയൊക്കെ എനിക്ക് ഇന്നലെ അവിടെ കാണാനും അവരോടൊപ്പം ആ പുതിയ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിൽ ഡബ്ല്യുവിനോട് ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോണേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാന പോയിന്റ്, അവിടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, ആ കൂട്ടായ്മയിൽ ഞാനും അംഗമാകണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ദൈവത്തോടുള്ള നന്ദിയുടെ ഭാഗമാണ്, ഇത് വിജയിക്കുന്ന പരിപാടിയാണ്, പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്നത്, എൻ്റെ കുടിച്ച നാളുകളെക്കുറിച്ച് ഞാൻ മറക്കാതിരിക്കാൻ ഞാൻ അവിടെ പോകണം, ഇത് വിജയിക്കുന്ന പരിപാടിയാണെന്ന് മറ്റുള്ളവരോട് എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ വിളിച്ചു പറയണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ദൈവത്തോട് ഞാൻ കാണിക്കുന്ന നന്ദിയാണത്. അപ്പം ഇതെല്ലാം ഈ ഇന്നലത്തെ യാത്രയിലും മക്കളും ഭാര്യയും ഒത്തിരി പേരുടെ കുടുംബങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒപ്പം ഇങ്ങനെ ഒരു യാത്രയും കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഇന്നത്തെ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. എല്ലാവരും ഭയങ്കര, പുതുമക്കാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ഇത്തരം കൂടിച്ചേരലുകളിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അനിയന്ത്രിതമായി പോയ ആ കാലഘട്ടങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുക. അതെത്ര ലാഘവത്തോടു കൂടിയാണ് എൻ്റെ പഴമക്കാരെനിക്ക് പറഞ്ഞു തന്നെ, മോനെ അത് സാരമില്ലടാ, നിനക്ക് സാമ്പത്തിക പ്രശ്നമല്ലേ, അതിന് നീ സാരമില്ല, നീ അതിന് വല്ല ചിട്ടിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേര്, പിന്നെ നീ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുപോവാ,
സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ഈ ആവശ്യമില്ലാത്ത കുറേ വാരിക്കോരി വാങ്ങണതൊക്കെ നിർത്തിയിട്ട്, അതൊക്കെ എൻ്റെ പഴമക്കാരൻ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ 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 ചെറിയ ടൂൾസുകളാണ്. അതെല്ലാം ഇങ്ങനെ പരിശീലിച്ച് ഓരോ ദിവസങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോവാ. അപ്പോ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കൂട്ടായ്മ എന്നിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ എനിക്ക് ശേഷം 1 വർഷത്തിന് ശേഷം വന്ന എൻ്റെ സുഹൃത്ത് ഏതാണ്ട് 100 കിലോമീറ്റർ അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലം. എന്നെക്കാളൊക്കെ വലിയ സാമ്പത്തിക മെച്ചത്തിലുള്ള ആള്. ആ മനുഷ്യൻ ഒരു ബൈക്ക്, ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ച് ആ, വൈക്കത്ത് പോയിട്ട് വൈക്കത്ത് നിന്ന് ജങ്കാറിൽ ഈ വണ്ടി തള്ളി കയറ്റി, അവിടെ നിന്ന് പിന്നെ അപ്പുറത്ത് പോയി ജങ്കാർ ഇറങ്ങിയിട്ട് പിന്നെ ആ ബൈക്കിൽ യാത്ര ചെയ്ത് എൻ്റെക്കാളൊക്കെ ഒരു 4-5 തലമുറയ്ക്ക് സുഖമായിട്ട് ഇരുന്ന് ജീവിക്കാൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കണം. അപ്പൊ ആ മനുഷ്യനും ഞാനും ഒരു മീറ്റിങ്ങിലാണ് പോയിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് ബൈക്കിൽ പോയി, അവിടെ പോയി അതെല്ലാം പങ്കെടുത്തു, എൻ്റെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്തു. വൈകുന്നേരം അദ്ദേഹം ആ ബൈക്കിന്റെ പുറകിൽ ഒരു പുതുമക്കാരനെ വിളിച്ച് കയറ്റിക്കൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് വരുന്നത്. അപ്പോ ഞാനിത് കാണുകയാണ്. എൻ്റെ മീറ്റിങ്ങിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, എനിക്കൊരു ഉണക്ക 800 96 മോഡല്, ആ 800 ഇല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ഏതെങ്കിലും ടൗണിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയാൽ അപ്പം തന്നെ ഈ വണ്ടി എടുത്ത് നേരെ പോയി സാധനങ്ങൾ വാങ്ങും. സ്കൂട്ടർ വീട്ടിലിരിപ്പുണ്ട്, സ്കൂട്ടറെ കയറില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തികപരമായ ഒരു അച്ചടക്കം ഇല്ല. അപ്പോൾ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ, ചിട്ടി വിളിക്കുന്ന കാര്യങ്ങൾ, ചിട്ടി ചേരുന്ന കാര്യങ്ങൾ, 5 മാസം കഴിഞ്ഞിട്ട് ചിട്ടി വിളിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനതെല്ലാത്തിനും അന്വേഷിച്ച് അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഉണ്ടോ, ഗോകുലത്തിൽ ഇങ്ങനെ ഒരു സ്കീമുണ്ടോ, മണപ്പുറത്തിൽ ഇങ്ങനെ ഒരു സ്കീമുണ്ടോ, KLM-ൽ ഇങ്ങനെ ഒരു സ്കീമുണ്ടോ, ഇതെല്ലാം പോയി അന്വേഷിച്ച് ഈ പറഞ്ഞ ചിട്ടി കമ്പനികൾക്കെല്ലാം ചിട്ടി ചേർന്നു. എല്ലാം 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഇങ്ങനെ വെച്ച് ഓരോന്നോരോന്നായിട്ട് പിടിച്ച് 5 മാസം കറക്റ്റായിട്ട് അടച്ചു കഴിയുമ്പോൾ അതുവരെയുള്ള പലിശക്കാരോടൊക്കെ ഒരു വിധത്തിലൊക്കെ അവധിയൊക്കെ പറഞ്ഞു നിർത്തി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് 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 കൊണ്ടുവന്നു എന്ന് പറയാം. അപ്പൊ അവിടെയും അതിനുള്ള കാരണം എൻ്റെ കൂട്ടായ്മയിൽ കിട്ടിയ ഷെയറിങ്ങാ. പിന്നോട്ട് പോകണം, പുറകോട്ട് പോകണം, നിനക്കതൊന്നും ആവശ്യമില്ലടാ, നിനക്ക് ഇതിൻ്റെ ഒന്നും പ്രശ്നം, നീ മറ്റു കാര്യങ്ങൾ ചെയ്യുക, നിനക്ക് അതിൻ്റെ ഒന്നും ഇതിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ പിടിച്ച് പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ എല്ലാ ദിവസവും ഞാൻ മീറ്റിങ്ങുകൾ മുടക്കാതെ ഇന്നും തുടരുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ യൂട്യൂബിലൊക്കെ കയറി കേട്ടതിൻ്റെയൊക്കെ ഒരു ഗുണം, ഒരേ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്കിതിന് കുടിയിൽ നിന്ന് മാറി നിൽക്കണം, എനിക്ക് ഒരു നല്ല ജീവിതം വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം, സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ 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 ചിന്തിച്ചപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ ദൈവം, ഒരു പരിധിവരെയല്ല, എൻ്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. എൻ്റെ പിന്നീട് വന്ന മാനേജർമാരാണെങ്കിലും അവരൊക്കെ ഞാൻ കൂടി നിർത്തി കഴിഞ്ഞ ഹലോ, ആരുടെയും മൈക്ക് ഓൺ ആയിട്ടുണ്ട്. സമയമായതാണോ? അല്ലല്ലോ. അല്ല 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 ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ജോലി കാര്യങ്ങളിൽ കുടിയങ്ങ് നിർത്തിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാനേജർക്കൊക്കെ വലിയ സന്തോഷമായി. 4-5 വർഷമായിട്ട് ഒരൊറ്റ ഡെസിഗ്നേഷനിൽ തന്നെ നിന്ന് ജോലി ചെയ്തപ്പോൾ അവിടുന്ന് അവരാണെങ്കിലും സാറേ വളരെ അനുകൂലമായിട്ട് ഒക്കെ എന്നോട് അതങ്ങ് നോക്കിയിട്ടല്ലേ ഐഡിയ ഇരുന്നോളും. ഒരു മൈക്ക് ഓൺ ആയിട്ടുണ്ട്. അത് ഞാൻ മ്യൂട്ടാക്കിയിട്ടാ ഇപ്പഴത്തെ സൈഡ്. അപ്പൊ അങ്ങനെ അതെ, മൈക്ക് ആരുടെന്ന് കാണുന്നില്ല, ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ഒരു മൈക്ക് ഓണാണ്.
എന്നാ ഓക്കെ. തുടങ്ങിക്കോ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിങ്ങനെ ഒരു കുടിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സഹായഹസ്തങ്ങൾ കിട്ടുകയാണ്. വൈഫിന്റെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന്, അങ്ങനെ പല രീതിയിലും ഈ പറയണ പോലെയുള്ള അവസ്ഥകൾ, സാമ്പത്തിക സഹായമാണെങ്കിലും ഒക്കെ. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി ഒന്നും വാങ്ങേണ്ടി വന്നില്ല. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടി എന്നുള്ളതാ. ഈ ഇവിടെ നിന്ന് കിട്ടിയ പ്രചോദനം, ആ ഒരു ആത്മീയ പ്രചോദനം. അപ്പൊ അതിനോടൊപ്പം തന്നെ പ്രോഗ്രാം എന്താണ് പറയുന്നത്, അൺമാനേജബിലിറ്റിയുടെ ഒരു കൃത്യമായ രീതി ആ തുടക്കകാലഘട്ടങ്ങൾ പോലെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശരിക്കും. ഇനി കുടിക്കാൻ ഞാൻ സാധ്യതയുണ്ട്, എനിക്കിനി ചിലപ്പോൾ ഞാൻ ഇനിയും വീഴാൻ സാധ്യതയുണ്ടെന്നുള്ള ആ ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുടെ നടുക്ക് കയറി നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു എന്നെ ശരിക്കും ഇങ്ങോട്ട് തള്ളി, കൂട്ടായ്മയ്ക്ക് ഉള്ളിലേക്ക് തള്ളിയിടുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ, അപ്പം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സുകൊണ്ടൊന്നും ശരിക്കും പിന്നോട്ട് പോകാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ വന്നപ്പോഴും കുടിച്ചു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ പഴമക്കാരൻ പറഞ്ഞു, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീ തയ്യാറായാൽ നിന്റെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുക്കും. അതാണ് ആ പോയിന്റ്. അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നിന്റെ കാര്യം ദൈവം ഏറ്റെടുക്കണമെങ്കിൽ നീ കുടിക്കാതിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണം. നിനക്ക് നിന്റെ ഭാര്യയും മക്കളും നിന്റെ കുടുംബവും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മദ്യാസക്തന് സന്ദേശം കൊടുക്കുമ്പോൾ അവന്റെ കൈകൾ നീയും കൂടി ചേർത്ത് പിടിക്കാൻ തയ്യാറാവുമ്പോൾ നിന്റെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. കാരണം ദൈവത്തിന് നിന്നിൽ നിന്നൊന്നും ദൈവത്തിന് വേണ്ട. നിന്റെ പണമോ നിന്റെ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഈശ്വരന് ആവശ്യമില്ല. നിന്റെ ആർക്കും വേണ്ടാത്ത ആ ഇന്നലകൾ മാത്രമാണ് ദൈവത്തിന് ആവശ്യമുള്ളൂ. അത് നീ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനാണ് നിന്നെ മാത്രം തിരഞ്ഞെടുത്തേക്കുന്നത്. അതിന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നു. 15 വർഷവും 7 മാസവും കുടിക്കാതെ മൂവാറ്റുപുഴ ടൗണിലും മറ്റൊരാളില്ല. ആ നിലനിൽപ്പ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു മദ്യാസക്തനെ കണ്ടാൽ അവനെ പിടിച്ച് ബൈക്കിന്റെ പുറകെ കയറ്റിയിരുത്തി ഒരു കൂട്ടായ്മയെ കൊണ്ടുപോകാനാ. അതാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം. അത് മാത്രമാണ്. ഇന്നലെ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇന്നലെ നമ്മളുടെ മലമ്പുഴ വാർഷികത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്നു നമ്മളുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു അംഗം. അദ്ദേഹം നമ്മുടെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിൽ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം, നഗരസഭ, എല്ലായിടത്തും നമ്മളുടെ ബോർഡുകൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കുന്നുള്ള ബോർഡുകൾ വെക്കാനുള്ള അപ്രൂവല് രേഖാമൂലം കിട്ടി. അതേപോലെ തന്നെ അവര് പങ്കെടുക്കുന്ന കൗൺസിൽ മീറ്റിങ്ങുകളിൽ, നഗരസഭാ മീറ്റിങ്ങുകളിൽ, പഞ്ചായത്ത് തലങ്ങളിലെ മീറ്റിങ്ങുകളിൽ എല്ലാം സന്ദേശം കൊടുക്കാനായിട്ടുള്ള അപ്രൂവലുകൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്, അത് ഭയങ്കര ഒരു സന്തോഷമായി പോയി. അവിടെ എല്ലാവരും അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് സംസാരിച്ച ഒരവസ്ഥ. ഒരുപക്ഷെ ഓൺലൈനിൽ ആരെങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയാണ്. പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അപ്രൂവലും കിട്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈശ്വര, ഇപ്പോഴും ഈ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായി അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിനൊക്കെ അപ്രൂവൽ ഉണ്ടോ, ഇതൊക്കെ അംഗീകൃതമാണോ, ഇതിനൊക്കെ എന്താണ് ഇതിനുള്ള ഒരു അതോറിറ്റി എന്താണ്, അതിന് ആധികാരികത എന്താണെന്നൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് പണ്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അപ്രൂവൽസ് ഒക്കെ എടുത്ത് കാണിച്ച് അതിനെങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ. പക്ഷെ ഇന്ന് അതല്ല. എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ ആൽക്കഹോളിക്സ് അനോണിമസിന് ഇഷ്ടം പോലെ വാതിലുകൾ തുറന്ന് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി അത്തരം ഫെലോഷിപ്പില് ആ ഹയർ പവർ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ചിന്തകൾ മുന്നോട്ട് പോകുമ്പോൾ
തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആ അനിയന്ത്രിതാവസ്ഥയെ കൃത്യമായ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ എനിക്കിന്ന് പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു, മനസ്സിന് സമാധാനം ഉണ്ടാവുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു. അങ്ങനെ കൂട്ടായ്മയിലൂടെ നിരന്തരമായ സഞ്ചാരം. ഞാൻ ഒരു വലിയ ബലം ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാനാകെ ഇന്നത്തെ ഒരൊറ്റ ദിവസം ജസ്റ്റ് ഫോർ ടുഡേ, വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യങ്ങളിൽ അതിന് കൃത്യമായി ആ, എന്നെ സഹായിക്കുന്നത് ഡെയിലി മീറ്റിംഗ്സ്, കൃത്യമായ സ്പോൺസർഷിപ്പ്, ഏറ്റുപറച്ചിലുകൾ, തുറന്നുള്ള ഷെയറിങ്ങുകൾ, മനസ്സ് തുറന്നുള്ള പങ്കുവെക്കലുകൾ, അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഫെലോഷിപ്പിങ്, അവിടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നത്, ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് തുറന്ന് സംസാരിച്ച് അങ്ങനെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ കൊണ്ട് മാത്രം എനിക്ക് കാര്യമില്ല എന്ന തിരിച്ചറിവ്, അതിനെനിക്ക് സ്റ്റെപ്പ് സ്റ്റഡി, പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണം, 12 പടികളിലൂടെ ആയിരിക്കണം എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ്. അത് ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ പടിയിലെ ശക്തിഹീനത തിരിച്ചറിഞ്ഞ് അനിയന്ത്രിതമായി പോയത് ജീവിതത്തിന് പ്രധാന കാരണം മദ്യമാണെന്ന തിരിച്ചറിവ്, രണ്ടാമത്തെ പടിയിൽ അതുപോലെ അങ്ങനെ തുടങ്ങി മുഴുവൻ പടികളിലൂടെയും കൃത്യമായ ആ പടികൾ പ്രദാനം ചെയ്യുന്ന, ആ പടികൾ നമ്മളെ ലീഡ് ചെയ്യുന്ന തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ പടികളും നമുക്ക് തരുന്ന അച്ചടക്കം മുതൽ സേവനം വരെയുള്ള തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ 12ാമത്തെ പടിയിൽ ഈ നടപടിയിൽ നിന്നൊരു ആത്മീയ പ്രചോദനം കിട്ടുമെന്നും ആ ആത്മീയ പ്രചോദനം വഴി ഈ സന്ദേശം മറ്റു മദ്യാസക്തരിലേക്ക് എത്തിക്കണമെന്നും അതേപോലെ തന്നെ ഈ തത്വങ്ങൾ എനിക്ക് പാലിക്കാൻ പറ്റണം. ഏത് തത്വങ്ങൾ? മുകളിൽ പറഞ്ഞ 12 തത്വങ്ങളും എനിക്ക് പാലിക്കാൻ പറ്റണമെന്നുമുള്ള ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇന്നൊരു ഒരു എന്താ പറയാ, പഴയ കുടിയനായ ബൈജുവിൽ നിന്ന് ഇന്ന് എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങളിലും ഈ ആ, ആ, ഒരു ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാത്തിനെയും കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. അങ്ങനെ ആ, ജോലിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും സുരക്ഷിതമാവുന്ന ഒരവസ്ഥ. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ എൻ്റെ തന്നെ തോളിൽ തട്ടി വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നു, നീ ഞാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് എനിക്കിന്നുള്ളത്. അതിന് കടപ്പാട് മറ്റാരോടുമല്ല, എൻ്റെ കൂട്ടായ്മയോട്, എൻ്റെ കൂട്ടായ്മ കാണിച്ചെന്ന ദൈവത്തോട്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും കാഴ്ചപ്പാടുകളൊക്കെ വരുമ്പോഴും പിന്നോട്ട് പോകാൻ 100,000 കാരണങ്ങൾ മനസ്സിലൂടെ എന്നും കടന്നു വരുന്നു. കാരണം മാധ്യാസക്തന്റെ തലച്ചോറ് എപ്പോഴും ആ ആ, പിന്നോട്ട് വലിക്കാൻ എന്ത് കാരണമാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ഇന്നെല്ലാം വിഷ്വലൈസ് ചെയ്യാണ്. ഒരു കുടിക്കാത്ത ഒരു ക്വാളിറ്റിയുള്ള ഒരു ആ, മക്കളോടൊപ്പം മക്കളുടെ ഒരു നല്ല അച്ഛനായിരിക്കുന്ന മനുഷ്യനാകാൻ, ഭാര്യയോടൊപ്പം ഒരു നല്ല ഭർത്താവായിരിക്കുന്ന മനുഷ്യനാവാൻ, അച്ഛനോടൊപ്പം ഒരു നല്ല മകനായിരിക്കാനുള്ള മനുഷ്യനാവാൻ. അപ്പൊ ഒരു കുടിയന്റെ വ്യത്യസ്തമായ റോളുകൾ ഇന്ന് ജീവിതത്തിൽ കൃത്യമായി ആദ്യം തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ കൂട്ടായ്മയിൽ ചെന്നിരിക്കുമ്പോഴും അവിടെയൊക്കെ ഇത്തരം നല്ല അച്ഛന്മാരെ കാണുന്നു, നല്ല മകന്മാരെ കാണുന്നു, നല്ല ഭർത്താക്കന്മാരെ കാണുന്നു. അങ്ങനെ ഈ അവരുടെ ഭാര്യമാര് അവരെ കുറിച്ച് പറയുന്ന ഓരോ ബർത്ത്ഡേ പരിപാടികളിൽ അതിങ്ങനെ കേൾക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്നിൽ മറ്റൊരു ഒരു മനുഷ്യൻ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് കൂട്ടായ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയാം. ഒരു ആത്മീയ അനുഭവം എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ അത് മാറുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ ഒരു സുഹൃത്ത് ഒന്നാമത്തെ വർഷത്തെ ടോക്കൺ വാങ്ങിയിട്ടപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു വർഷം പൂർത്തിയാക്കിയിട്ട് അതൊന്ന് വാങ്ങിച്ചിടണം, എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മനസ്സാണ് ഒരു മദ്യാസക്തന്, എന്നെ പോലുള്ള ഒരാള്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എങ്ങനെയെങ്കിലും 12 മാസം തേക്കണം, ആ ടോക്കൺ ഒന്ന് വാങ്ങി കഴുത്തലിടണം. കാരണം ഒരിക്കൽ പോലും ഒരിടത്തുനിന്ന് പോലും ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതിന് വലിയ ഒരു ഭംഗി, ഇത് സ്വർണത്തിന്റെ തന്നെയാണോ, ഇത്രയും വലിയ കോയിൻ സ്വർണത്തിന്റെ തന്നെയാണോ എന്നൊക്കെ സംശയം ചോദിച്ച ഓർമ്മകള്. അപ്പൊ ഇതൊക്കെ ആ, ഇങ്ങനെയൊക്കെ ആവുമ്പോഴും എന്നെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ, ഞാൻ 5 വർഷക്കാലം ഒരേ ഡെസിഗ്നേഷനിൽ നിന്ന്
കാലഘട്ടത്തിൽ എൻ്റെ മാനേജർ എന്നോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേടാ, നീ ഇങ്ങനെ 5 വർഷമായിട്ട് ഒരേ ഡെസിഗ്നേഷനിൽ നിന്ന് പണിയെടുക്കുന്നത്, നിനക്ക് ഒന്നൊരു പ്രൊമോഷന് നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ച ആ മനുഷ്യൻ എൻ്റെ 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 ഡയറി വാങ്ങിയിട്ട് ആ ഡയറിയുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ എൻ്റെ അടുത്ത പ്രൊമോഷന്റെ പേരെഴുതി വെച്ച ഒരു ഓർമ്മ ഞാനിങ്ങനെ കാണാം. അപ്പം ഞാൻ എല്ലാ ദിവസവും ഡയറി എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഈ എൻ്റെ ഇത് കണ്ടിട്ടാണ് ഡയറി ഓപ്പൺ ചെയ്യുന്നത് പോലും. അതങ്ങനെ കണ്ട ആ വർഷത്തിൽ ഞാൻ അടുത്ത പ്രൊമോഷൻ എടുത്തു എന്നുള്ളതാ. അതുപോലെ തന്നെ കുടിച്ച് കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് കുടിച്ച കാലഘട്ടത്തിൽ ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. ഇത് എല്ലാവരും കാറും വലിയ വലിയ കാറുകളും അതും ഇതൊക്കെ എടുത്തു. ഞാൻ അന്ന് വാടക കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, 2006 കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ വരച്ചോളാൻ പറഞ്ഞു. ഞാനൊരു എൻ്റെ ഡയറിക്കകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു വീട് വരച്ചു വെച്ചു. ആ വീട്, ആ വീട്ടിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് സത്യത്തില്. ആ വീടിന്റെ കൃത്യം അടുക്കളയുടെ സ്ഥാനവും ബെഡ്റൂമുകളുടെ സ്ഥാനവും ബാത്റൂമിന്റെ സ്ഥാനവും ഒന്നും ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 2 ജനല് പോലും അതേപോലത്തെ വീട്ടിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കൂട്ടായ്മ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ തരുന്നതാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇതൊരു ചുമ്മാ ഉള്ള ഒരു പൈസയും മുടക്കില്ല. ഇതിന് പ്രത്യേകിച്ച് മുടക്കുകളൊന്നുമില്ലല്ലോ. സമയമുള്ളപ്പോൾ പോകാം, സമയമുള്ളപ്പോൾ വേണ്ട രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഒക്കെ നിന്നാൽ ഇതെപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും പുതുമക്കാരായ ആളുകളോടൊക്കെ ഇന്നും കൂട്ടായ്മയിൽ കാണുമ്പോഴൊക്കെ അവരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇതൊരു തമാശയായിട്ട് കാണാതെ ഇതിന് സീരിയസ് ആയിട്ട് അങ്ങോട്ടേക്ക് ഒരു ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയേണ്ട പോലെ തന്നെ എനിക്ക് എന്താണോ ആവശ്യം, ആഗ്രഹത്തെ അഗാധമായി ഞാൻ സ്നേഹിച്ച് അതിനെ ഞാൻ മനനം ചെയ്ത് 24 മണിക്കൂർ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് വീട് വേണം, എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവണം, ഇതിനെ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അത്രത്തോളം അതിന് അനുകൂലമായ ഒരു പ്രതിപ്രവർത്തനം പ്രകൃതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്ന് പറയാം. എന്ന് പറയുന്നത് പോലെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇത്തരം മേഖലകളിലെല്ലാം കടന്നു കയറാനും, ഒരു മദ്യാസക്തനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി, എനിക്കിനി ഒന്നിനും പറ്റത്തില്ല, എനിക്കിനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി നമുക്കിവിടെ വിജയിച്ച ഒട്ടനവധി ആളുകൾ, ഈ പാത പിന്തുടരുന്നവർ പരാജയപ്പെടില്ല എന്ന് വിരളമാണെന്ന് നമ്മുടെ വാഗ്ദാനങ്ങൾ പറയുന്ന പോലെ ഒക്കെ അത് സ്വീകരിച്ച് ആ പാത പിന്തുടരാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതവും മാറും. അതിനുള്ള അനുഭവങ്ങൾ നമുക്ക് കൂട്ടായ്മ കാണിച്ചു തരുന്നുള്ള സത്യമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ, നമുക്കൊരു 13 മിനിറ്റും കൂടെ ഉണ്ട്. ചേട്ടന് ആശംസയും നന്ദിയും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയറിങ്ങുള്ള സമയമുണ്ട്. ആർക്ക് വേണമെങ്കിലും കടന്നു വരാം, സമയമുണ്ട്. നമുക്ക് വേണ്ടി അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവച്ച ബൈച്ചേട്ടന് മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ? ബിനിച്ചേട്ടാ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ള സുഹൃത്തുക്കളെ, ഞാൻ വിധ മധ്യാസക്തൻ, ദൈവാനുഗ്രഹത്താലും ഏരുടെ സഞ്ചരിക്കുന്നാലും ഇന്നത്തെ ദിവസം പതിവിച്ചിട്ടില്ല. എൻ്റെ വിരുദ്ധിനും കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഞാൻ പൈച്ചൊരു നന്ദി പറയുന്നതിനായിട്ടാണ് വന്നത്. കാരണം ഇത് പലപ്പോഴും ഇത് ഞാനും കടന്നു പോകുന്ന ജീവിതത്തിലെ അതേ ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ വൈച്ചേട്ടൻ കടന്നു പോന്നു. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയുക, അവിടെ പലപ്പോഴും അഡിക്ഷനിലേക്ക് കിടക്കുകയും പുറത്തേക്ക് വേണമെങ്കിൽ പോകാന്നൊക്കെ പറഞ്ഞ ആ ഒരു അന്നത്തെ ആ ഒരു വൈദ്യന്റെ അനുഭവമൊക്കെ പറയുമ്പോൾ അതൊക്കെ എവിടേക്കോ എനിക്കും സംഭവിച്ചു. അത് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. കാരണം ഞാൻ ഈ പറഞ്ഞോണം
ഈ കുടിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ആത്മീയതയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വ്യക്തികളോട് പോലും അധികം ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് കഷ്ടപ്പാടുകൾ എന്റെ ദൈവമേനെ കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ അതില് ഒരു എന്താ പറയുന്നത് അതിൽ ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാണ് ഈ ഞാനീ പറഞ്ഞോണം വൈദ്യനും ആദ്യം പറഞ്ഞോണം എയിൽ വന്ന് ആദ്യത്തെ ഒരു വർഷത്തെ ഒറ്റ ലക്ഷ്യം ടോക്കൺ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം അത് ഇവരൊക്കെ പറയുമ്പോട്ട് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. 90 days 90 മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. 90 days 90 മീറ്റിങ്ങിന് വരും 200 മീറ്റിംഗ് കൂടി. പക്ഷെ ഇവരൊക്കെ സന്തോഷവാനാണ്, ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോ സത്യത്തില് ഞാൻ സന്തോഷവാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ എത്തിയിട്ടുള്ള അവസ്ഥ, എന്റെ ഡിപ്രഷൻ, എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരുടെ ഫോർമാലിറ്റിക്ക് പറയുന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ തന്നെ തോന്നും, ദൈവമേ ഇവരെ കൂട്ട് എനിക്ക് എന്നാണ് പറയാൻ പറ്റുന്നത് ഞാനിത് സന്തോഷവാനാണെന്ന്. ഞാൻ പറയുന്നത് കള്ളമാണ്, പക്ഷെ അവര് സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയാം, മനസ്സിലാവുന്നുണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ. അപ്പൊ എന്ന് എനിക്കിത് പറയാൻ പറ്റും എന്നുള്ള ആളുകൾ കടന്നു കഴിഞ്ഞപ്പോ ഇത് അപ്പൊ ഇങ്ങനെ കുറച്ച് എന്നെ സംബന്ധിച്ച് ഒരു ബ്ലൂ ജീൻസ് ഓൺ ചെയ്ത് കയറാൻ പറ്റുന്ന പോലുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ ഈ ഏല് വരുന്നത്. അപ്പൊ അതൊക്കെ തപ്പിത്തിന്ന് പിടിച്ചും നമ്മുടെ ഇതില് ഒരു പാർട്ടാവണം എന്നൊക്കെ പലരും പറഞ്ഞു. അങ്ങനെ കുറച്ച് എനിക്കിതില് ഒന്നും മനസ്സിലായില്ല. ഇതില് കൂടി നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറ്റി അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനിതിൽ വന്നത്. എന്തായാലും ഇവര് പറഞ്ഞോണം കുടിക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചില മീറ്റിങ്ങിൽ ചില വഴമക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് വേറൊരു വാതിലില്ലായിരുന്നു. അതാണ് മറ്റൊരു സത്യം. അപ്പൊ പിന്നെ ഈ തന്നെ പാതി മീറ്റിങ്ങുകൾ കുറച്ച് കേൾക്കും, കുറെ കേൾക്കാതിരിക്കും, കുറെ അസ്വസ്ഥനാവും. പക്ഷെ എവിടെയോ വെച്ച് ഈ പറഞ്ഞ ഒരു 90 days ഒക്കെ പോകുമ്പോ എനിക്കും കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് എന്തായാലും മുടങ്ങാതെ മീറ്റിങ്ങുകൾ എന്റെ കഴിവൊന്നും അതും പറയാൻ പറ്റില്ല. കാരണം പലരും വിളിച്ചും ഒക്കെ എല്ലാ ദിവസവും എന്നെ താങ്ങി പിടിക്കാൻ ആളുണ്ടായിരുന്നതാണ് ആ സമയത്ത് സത്യം. അപ്പൊ എന്തായാലും ആ ഒരു 90 days ഞാൻ അപ്പൊ ഈ എണ്ണം കണക്കൂട്ടി എണ്ണൊക്കെ ഇരിക്കണേ. അപ്പൊ 90 മീറ്റിംഗ് കൂടിയാ ബോധം കിട്ടും. എന്നാ പിന്നെ 2-3 മീറ്റിംഗ് വെച്ചൊക്കെ ഡെയിലി കൂടും വേറെ പണിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ 90 ദിവസം നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് നേർഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കാനോ എനിക്ക് നിലത്തൊന്നും ഇരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അപ്പൊ ആ സമയത്തേക്കും വേറൊരു ചിന്ത ഏന്ന് കിട്ടിയെന്നുള്ളതാണ്. ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് സാവധാനം, ചിലർക്ക് പെട്ടെന്ന്. അപ്പൊ എന്തായാലും ഇത് പിന്നെ പറഞ്ഞ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇതല്ലാണ്ട് വേറൊരു മാർഗമില്ല എന്നുള്ള ചെറിയ ചിന്തയൊക്കെ എന്റെ മനസ്സിലേക്ക് ആ സമയത്തേക്ക് കയറാൻ സാധിച്ചു. അപ്പൊ എന്തായാലും എന്റെ പിടുത്താണോ അത് എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ഏക്കാരുടെ പിടുത്താണോ മുറുകിയെന്ന് എനിക്കറിയില്ല. 90 days കഴിഞ്ഞും വീണ്ടും മീറ്റിങ്ങിലൂടെയൊക്കെ തന്നെ മുമ്പിട്ട് പോകാനല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏകദേശം ഒരു 5-8 മാസമൊക്കെ കഴിഞ്ഞ് 10 മാസം എടുത്തു ടോക്കൺ വാങ്ങിക്കുന്ന സമയത്തോടൊക്കെ അടുത്തപ്പോ എനിക്ക് നമ്മുടെ പഴമക്കാരുടെ മീറ്റിങ്ങിന്റെ ബില്ലിന്റെയും ബോബിന്റെ ഒക്കെ കഥയിലെ ആ ഒരു അനുഭവം ഒരു വ്യക്തി പറഞ്ഞു. അദ്ദേഹം പലപ്പോഴും പല മീറ്റിങ്ങിലും കേട്ടിട്ടുള്ളതാണ്. എങ്കിലും 6 മാസം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒരാളെ പോലും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കുന്ന ആ ഒരു ചോദ്യം, 6 മാസം നിങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം. അപ്പൊ അത് എന്നെ സംബന്ധിച്ചു അവിടെ ഞാനും പെട്ടെന്ന് ചിന്തിച്ചു. ഞാൻ ഈ ഹൈ പവർ കിട്ടാൻ വേണ്ടി ഏക്കറെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറെ മീറ്റിംഗ് കൂടുന്നു, കുറെ സത്യസന്ധനാവാൻ ശ്രമിക്കുന്നു, കുറെ നുണ പറയാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഞാൻ എന്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. പടികളൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു, ബുക്ക് ഒരാവർത്തി എത്ര വായിച്ചു തീർത്തു, രണ്ടാമത് വായിച്ചു തീർത്തു. പക്ഷെ ഒന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല നമ്മുടെ സത്യം. പക്ഷെ ആ സമയത്ത് എനിക്ക് തിരിഞ്ഞു കിട്ടിയൊരു കാര്യമാണ്, എനിക്ക് ഈ കൂട്ടായ്മയിൽ വലിയൊരു അനുഗ്രഹം കിട്ടി. ഇത്രയും നാളായി ഞാൻ 8-9 മാസമായിട്ട് കുടിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതും അത്രയ്ക്കും മദ്യം കഴിക്കാണ്ടിരിക്കാൻ പറ്റാതെ ഒരു നിമിഷം പോലും മുമ്പിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ അവസാനം ഏഴ് വന്ന് കയറുന്നത്. അതിന് മുമ്പൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ഡീഡ് സെന്ററിൽ പോകുമ്പോഴൊക്കെ എനിക്ക് മാനസികമായിട്ട് ഇത്രയും പ്രശ്നമൊന്നുമില്ല. എന്റെ വണ്ടിയിൽ നിന്ന് വീണു കൈയുടെ ഓരോന്ന് ഇറങ്ങിപ്പോയി എന്നുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം പോലും മരണം, ഞാൻ ഡോക്ടർ ഒരു പെക്കടിച്ചാൽ മരിച്ചു പോകും, മരണത്തിന് തിരിച്ചു വന്ന ആളാണ്. പാൻക്രിയാസ് ഒക്കെ നഷ്ടപ്പെട്ട് ഒരു പെഗ് കഴിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ എനിക്ക് പോലും മദ്യം കഴിക്കാണ്ട് ഒരു ദിവസം രാവിലെ എണീച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി
പിന്നീട് എന്തായാലും തുടർത്തിലുള്ള മീറ്റിങ്ങുകൾ തന്നെയാണ്. നമ്മൾ പരമക്കാരുടെ ഓരോ അത് ഇതില് പ്രസംഗിക്കാൻ കഴിവുള്ളവരോ കഴിവ് കുറഞ്ഞവരോ ഒന്നും എല്ലാവരുടെയും ആദ്യമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ കേട്ട കഥ തന്നെ അത് വീണ്ടും കേൾക്കുന്നത്. അനുഭവ ശക്തി പ്രതീക്ഷയും മാത്രം കേൾക്കാൻ താല്പര്യം ഉണ്ടാകുന്ന ഞാൻ എവിടെയോ വെച്ച് തീർച്ചയായിട്ടും ബിഗ് ബുക്ക് സ്റ്റഡിയിലായാലും പടികൾ പാരമ്പര്യങ്ങളിലൊക്കെ അതൊക്കെ ശ്രദ്ധ തന്നെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതല്ല, ഞാൻ പോലും അറിയാതെ ഈ കൂട്ടായ്മ എന്നെ ശ്രദ്ധിക്കുവാനും അതോടൊപ്പം തന്നെ ചേട്ടൻ പറഞ്ഞോളൂ ഇത് കെട്ടിപ്പിടിച്ചിരുന്നാൽ എന്നില് എനിക്ക് കിട്ടിയ സൗഭാഗ്യം അത് ചോർന്നു പോകുന്ന നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഇന്നും അന്ന് മുതൽ ഇന്ന് വരെ ഒക്കെ ഇതിലൂടെ എല്ലാ കഴിയുന്നതൊക്കെ എന്നാലും പോരാ എന്ന് എനിക്കറിയാം, എങ്കിലും ഒക്കെ മുമ്പിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തർ കൂടി ആ ഉള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്നും പിടിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും കുതിരവട്ടമൊക്കെ പറഞ്ഞോണം ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അതെന്നെ കാണിച്ചു തന്നു ആണ്. എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടായ്മയിലൂടെ സുബോധത്തോടെ ജീവനാന്തം സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ബൈജു മോശയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീനി ഭായ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബിനിച്ചേട്ടായി, താങ്ക് യു. നമുക്കൊരു 15 മിനിറ്റും കൂടെ ഉണ്ട്. ആർക്കും ഒരു താങ്ക്സ് പറയാനില്ലേ? ഞാൻ പറയാം. നമുക്ക് വേണ്ടി. ഓക്കെ. അമിത വിദ്യാസക്തനാണ്. ഈശ്വരൂപയാലും എന്ന കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബാബു. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ബാബുച്ചേട്ടാ, ഹായ്. ആദ്യമായിട്ട് ബൈജു മാറ്റുവഴയ്ക്ക് പ്രത്യേകമായ അടിയന്തരാവസ്ഥയെപ്പറ്റി ഒരു എന്തു പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളെയൊക്കെ ചിലപ്പോൾ ഒരു ഓർമ്മിപ്പിക്കൽ ഒക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാനൊക്കെ ഓർക്കുന്നത് ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള മനസ്ഥിതിയില്ലായിരുന്നു. പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിലൊക്കെ ആദ്യം എൻ്റെ പലപ്പോഴും കൃഷി മേഖലകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയൊക്കെ കള്ളും അതുപോലെ ചാരായവും ഒക്കെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ആ കൂട്ടത്തിലൊക്കെ അത് വലിയവർ കഴിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ആ കൂട്ടത്തിലൊക്കെ നമ്മൾ ഒരു ഇടവേള എന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ അവർ കഴിക്കുമ്പോൾ അതൊരു ലഹരിയല്ല, ഒരു തമാശ എന്നാണ് അതിനകത്തൊക്കെ പെടുകയും അതിൻ്റെ എന്താണ് സംഭവിക്കുന്ന അറിയാതെയൊക്കെ അവിടുന്ന് തുടക്കമൊക്കെ അതായിരുന്നു വെച്ചാൽ അത് കഴിച്ച് നമ്മൾ ബ്ലാക്ക് ഔട്ട് ആകുക, രാവിലെ എഴുന്നേറ്റ് എങ്ങനെയാണ് വീട്ടിൽ പോകുന്നതെന്നൊക്കെ ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരു 10 വർഷത്തോളം അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോവുക. പക്ഷെ എന്നിരുന്നാൽ പോലും അന്നൊന്നും ഒരിക്കലും ഒരു അമിത താല്പര്യം ഇതിനോടില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു 40 വയസ്സുകളിലൊക്കെ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു മദ്യം നമ്മുടെ അനിയന്ത്രിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും വൈഫിന് ഇഷ്ടമില്ലായിരുന്ന സമയത്ത്, വൈഫിന് ഒരു പെഗ് പോലും ഞാൻ കഴിക്കുന്ന ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു പെഗ് എടുത്ത് വെക്കുമ്പോഴല്ല കൂട്ടുകാരും ഒത്ത് കഴിക്കുമ്പോൾ ആ മുഖത്തത് പ്രകടമാക്കുകയും നമ്മളതിനെപ്പറ്റി വാഗ്വാദത്തിലൊക്കെ ഏർപ്പെട്ട് ഭാര്യയെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് എന്തോ ഒരു നല്ലത് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ നമുക്കതൊരു വാശിയായിരുന്നു. നമ്മളങ്ങനെയൊക്കെ എത്രത്തോളം ഇതിൽ നിന്ന് അപ്പോൾ അത് സ്വയമേ മറ്റുള്ളവരുമായിട്ട് അടിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് അത് സ്വയമേ വീട്ടിലേക്ക് ശോഷിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ എന്നാ പറയുന്നത് മദ്യത്തിലേക്ക് കൂപ്പ് കുത്തുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ അത്രത്തോളം വൈഫ് ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വൈഫ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എത്രത്തോളം ഇതിൻ്റെ അത്യുന്നതകളിലെത്താം എന്ന്
അത് കുറേശ്ശെ നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥകളിലേക്ക് വന്നു. അവസാനം നമുക്ക് നമ്മുടെ ശാരീരിക ദേഹാസ്വാസ്ഥ്യങ്ങൾ നമുക്ക് എത്രത്തോളം സ്പോർട്സിനോടും ജോലിയോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും മദ്യത്തിൻ്റെ കുറച്ചൊക്കെ നമുക്ക് ശകലം ബോധമുള്ളപ്പോൾ ജോലിക്ക് പോകണമെന്നും അതിൽ സ്പോർട്സിലൊക്കെ അത്രത്തോളം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്താം ബോധമുള്ളപ്പോൾ നമ്മൾ ചെയ്യുകയും അത് അല്ലാതെത്തപ്പോൾ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്യുന്ന അവസ്ഥ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ തന്നെ നമ്മുടെ മകളും വൈഫും ഒക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ മതിയോ. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി നമ്മളെ ചിന്തിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ അങ്ങനെയൊക്കെ ഇന്ന് 1 വർഷവും 1 മാസവും 13 ദിവസവുമായി നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ച ബോധത്തിലേക്ക്. പക്ഷെ എപ്പോഴും ഇതിനു മുമ്പേ പറഞ്ഞ പോലെ ഒരു ഇതായിരുന്നു, ഒരു ടോക്കൺ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അന്നൊക്കെ നമ്മൾ റിലാപ്സ് ആകുന്ന അവസ്ഥകളായിരുന്നു. അല്ലാതെ നമുക്ക് തന്നെ സ്വയമായിട്ട് ജീവിതത്തിൽ ഇതൊന്ന് മാറി നിൽക്കണമെന്ന് സ്വയമായിട്ട് എന്ന് തോന്നിയോ അന്ന് മാത്രമാണ് എനിക്ക് മദ്യപിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് സുബോധ ജീവിതത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയത്. അതൊക്കെ ഈ കൂട്ടായ്മ ബൈജു മാറ്റുപുഴ പറഞ്ഞ പോലെ നമുക്ക് എത്രത്തോളം നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അന്ന് മാത്രമാണ് അത് സാധിക്കാൻ സാധിച്ചത്. അതൊരു ദൈവാനുഗ്രഹവും നമ്മുടെ ഹൈ പവറിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. അത് ഇന്ന് എത്രത്തോളം നന്ദിയുള്ളവനാണെന്ന് പറയുന്നവർ അത് നന്ദിയുള്ളവനായിരിക്കും. അതോടെ എനിക്ക് കൂട്ടായ്മയോടും എന്ന ഫെലോഷിപ്പിനോടും ഒരിക്കലൂടെ നന്ദി പറഞ്ഞു. സുബോധയോഗത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോമൽ. താങ്ക് യു ചേട്ടാ. നമുക്കൊരു 9 മിനിറ്റും കൂടെ ഉണ്ട്. ഞാൻ പറയാം ശ്രീനി ബ്രോ. ഓക്കെ റോൺ ഭായ്. ഞാനൊരാമത്തെ മദ്യാസക്തൻ, ദൈവകൃപയാലും ആൽക്കഹോളിക് അനോണിമസ് സ്വന്തം കൂട്ടായ്മയിലായിരിക്കുന്നതായാലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് റോമൽ. എല്ലാവർക്കും ഒരു ഹൈ. ഇന്നത്തെ ഒരു ദിവസം കൂടി കുടിക്കാണ്ട് പോണതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ബാബുച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പോയതാണ്. ബൈച്ചേട്ടൻ പറഞ്ഞപ്പോഴും ഇങ്ങനെ കുറച്ച് നമ്മുടെ പാസ്റ്റിലോട്ടൊക്കെ പോയി. അപ്പോൾ കുടിക്കാനുള്ള ഒരു സാഹചര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മിസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ നോ പറയാനുള്ള ഒരു മടി, ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഞാൻ ചെന്നില്ലെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. കാരണം അവർ എന്ത് വിചാരിക്കും, ഇപ്പോൾ അവരൊന്നും എന്നെപ്പറ്റി ഞാൻ പോയില്ലെങ്കിൽ എന്ത്, ഞാൻ കുടിച്ചില്ലെങ്കിൽ എന്ത്, അതൊക്കെ നമുക്ക് അന്നേരം അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയും ചെന്നിങ്ങനെ വലിയ ആളാവുക, കുടിക്കാൻ ആയിട്ട് അവസരങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഞാൻ ഭയങ്കര മുമ്പിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. വീട്ടിലൊക്കെ കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മേടിച്ച് അന്ന് കുടിച്ചിട്ടേ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ ഒച്ചപ്പാടുകൾ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചും ഒച്ചപ്പാടും ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ച് വീണ്ടും പോയി മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കണം. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു ജീവിതവും നശിച്ചു പോയി, കുറേ പൈസയും പോയി, ആളുകളുടെ മുമ്പിൽ നാണവും കെട്ട് എന്നല്ലാണ്ട് വേറെ ഇതും കൊണ്ട് എനിക്ക് ഒരു ഗുണമോ
ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആ സമയത്ത് ആ തോന്നിക്കണ ഒരു ചിന്ത അല്ലാണ്ട് വേറെ ഒന്നും അതും കൊണ്ട് എനിക്ക് നേട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു തിരിച്ചറിവ് കിട്ടി. കുടിക്കാണ്ട് നടക്കണം, നല്ല രീതിയിൽ നടക്കണം, നല്ല ഇതായിട്ട് നടക്കണമെന്നൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള തിരിച്ചറിവുകളും കാഴ്ചപ്പാടുകളൊക്കെ കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് വിട്ടുകൊടുത്ത് ഞാൻ ഇപ്പോൾ മുമ്പോട്ട് ജീവിച്ചു പോണ്. ഒരു പ്രശ്നങ്ങളോ ഒരു അനാവശ്യ ചിന്തകളോ ഒരു ഒരു ഒന്നുമില്ലാണ്ട് നല്ല നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ബൈച്ചേട്ടാ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു റോമൻ ഭായ്. താങ്ക് യു. ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. കേൾക്കാമോ? ജേസൺ ചേട്ടാ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം ജേസൺ സുഹൃത്തുക്കളെ, ചേട്ടാ പറയൂ. ഞാൻ ഒരു അമിത മദ്യപിച്ച് ഈശ്വര കൃപയാലും അത്ഭുതകരമായ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നതിനാലും മദ്യം ഉൾപ്പെടെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്റെ പേര് ജയ്സൺ. എല്ലാവർക്കും ഹായ്, നമസ്കാരം. എന്തിനാണെങ്കിലും ഇന്നത്തെ ഒരു കുടിച്ചിട്ട് ഹായ് 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 കുടിച്ചിട്ടില്ല. അത് തന്നെ വളരെ സന്തോഷമായിരിക്കും. ഞാൻ കയറിയത് കയറുന്നില്ല, ബൈച്ചേട്ടൻ ഒരു വലിയൊരു നന്ദി പറയാൻ വേണ്ടിയാണ്. കയറുന്നുണ്ടല്ല, ബൈച്ചേട്ടൻ നേരിട്ട് ഞാൻ 1-2 പ്രാവശ്യം കേട്ടോ. ഈ ഒരു 2.5 മാസം മുമ്പ് ഞങ്ങളുടെ വാർഷികത്തിന് ബൈച്ചേട്ടനും കൃഷ്ണജി വന്നിരുന്നു. അന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഇത് അന്നും എപ്പോ കേട്ടാലും ബൈച്ചേട്ടൻ എത്ര കേട്ടാലും മതി വരില്ല. എന്ന് വെച്ചാൽ നല്ലൊരു ഷെയറിങ് ആയിരുന്നത് ഇപ്പൊ കഴിഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ബൈച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കടങ്ങളിലൂടെ, അതായത് ഏഴ് വരുന്നതിന് മുമ്പ് കടങ്ങളെന്ന് പറയാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വന്നിട്ട് 940 ദിവസം ഇന്നത്തേക്ക്. വന്ന് ഒരു 6 മാസമായപ്പോ തന്നെ എനിക്കൊരു പണി കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വരുത്തി വെച്ചാണ് പോണത്. എന്ന് വെച്ചാൽ ഒരു മണീച്ചേനാണെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ കൊണ്ട് പൈസയൊക്കെ ഇട്ട് അപ്പോഴത്തേനായി. അപ്പൊ 25,000 2 ചിട്ടി ഞാൻ KSF ചേർന്നിട്ടുണ്ടായിരുന്നു. ചേർന്ന് ഒരു 5-6 മാസമായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത്. 6 മാസം കൂടി കഴിഞ്ഞപ്പോ ഇത് പൊളിഞ്ഞു. അവ 50,000 രൂപ ഒരു മാസം ഞാൻ അടക്കണം. ഞാനാണെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ. എന്ന് വെച്ചാൽ ഈ ഫയലിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡായിട്ട് ഇത് പ്രിന്ററിന്റെ പണിയുണ്ട്, സർവീസൊക്കെ. എന്നിരുന്നാലും ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. പ്രത്യേകിച്ച് മദ്യം കഴിക്കുന്ന സമയത്തിൽ ഇതല്ല, ഇതിന്റെ അപ്പുറവും കടം മേടിച്ചിട്ടൊക്കെ നമുക്ക് കുടിക്കുന്ന ഒരാളായിരുന്നു. പണിക്ക് കൃത്യമായിട്ടൊക്കെ പോകുമായിരുന്നു അന്ന് മദ്യപിച്ചാലും. പക്ഷേ ഇതൊക്കെ കിട്ടിയാലും നമുക്ക് തികയൂല. എന്ന് വെച്ചാൽ വീണ്ടും കടത്തിലേക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ പൂത്തി നിൽക്കുന്നത്. അതായത് 2023 ജൂൺ 11-ാം തീയതിയാണ് ഞാൻ ഈ അത്ഭുതകര ഫെലോഷിപ്പിനെ കണ്ടെത്തുന്നത്. 2023 ജൂൺ 11-ാം തീയതി. 2023 ഡിസംബർ ആയപ്പോഴേക്കും ഈ പരിപാടി ഞാൻ പറഞ്ഞ ഈ മാർക്കറ്റിംഗ് ഫീൽഡ് ഫ്ലോപ്പായി. എന്നാൽ ഇപ്പോഴും കേസുകളൊക്കെയാണ്. ആ 2023 ഡിസംബർ തൊട്ടിട്ട് ഇപ്പൊ ഈ 2026 ഡിസംബറും കഴിഞ്ഞ് ജാനുവരിയിലേക്ക് കിടന്നു. അതായത് 24 മാസം ഞാൻ ഈ 50,000 രൂപ വെച്ചിട്ടെന്ന് പറയുമ്പോ ഏകദേശം 12 ലക്ഷം രൂപ ഞാൻ ഓരോ മാസം അടച്ചടച്ചടിച്ചു. ഓരോ മാസം ഉണ്ട് 50,000 രൂപ അടക്കണം. ലിക്കറൊക്കെ കഴിഞ്ഞ ഒരു 48,000 രൂപ വരുള്ളൂ. ഈ ചിട്ടി ഇത് അടച്ചടച്ചു പോണേ. അപ്പൊ ഞാൻ ഇന്ന് ഈ 24 മാസം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഈ വൈജയന്റെ ഷെയറിങ്ങുകളിലൂടെ അത് ഞാൻ പറയും, വളരെ ഇതായിട്ടുള്ള ഷെയറിങ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഹൃദയസ്പർശിയാന്ന് പറഞ്ഞാൽ ആ ഒരു ഇതായിരുന്നു. ഞാൻ ഇത്രയും മാസം ഇത് പയ്യനെ അടച്ചടച്ച്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സാധിച്ചത്? ഈ ഫെലോഷിപ്പിലൂടെയുള്ള നിരന്തര യാത്ര തന്നെയാണ് എന്നെ കൊണ്ട് സാധിച്ചത്. അല്ലെങ്കിൽ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ ജീവനക്കാരനാണ്. എനിക്കൊരു 1,250 രൂപ ഒരു ദിവസം കൂലി കിട്ടും. അത് ചില ദിവസങ്ങളിൽ പണി ഉണ്ടായില്ല. പിന്നെ പ്രിന്ററിന്റെ കാട്രിഡ്ജ് റീഫില്ലിങ്, അതും വല്ല 10-20 അങ്ങനെ ഒരു തുച്ഛമായ കൂലി. എന്നാലും ഇത് രണ്ടും കൂടിയൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ അടച്ചടച്ച് പോകുന്നതുകൊണ്ട് ഇതുവരെ അടച്ച്. ഇനി ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോ, സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോ തീരും ഈ വർഷം. അപ്പൊ ഒരു 8-10 മാസം കൂടി ഉണ്ട്.
ഇത്ര നാളും കൂടിയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കണം. ഏതായാലും നല്ലൊരു ഷെയറിങ് ആയിരുന്നു വഹിച്ചിരുന്നു. അതാണ് വഹിച്ചു, ഞാൻ അതിന് പറഞ്ഞ് വഹിച്ചിരുന്നു എന്താ പറയാ. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഈ അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ഇന്നും മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും വരുന്ന പൈസ അനാവത്തായിട്ട് ഇപ്പൊ ബൈജേട്ടൻ പറയുന്ന പോലെ കാർ എടുത്ത് പോകാൻ കറങ്ങുന്നു. ഞാൻ കാറ് അങ്ങനെ ഓടിക്കാൻ എനിക്ക് ഭയമുള്ള ആളാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഈ ബൈക്കുമായിട്ട് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ചില സമയത്ത് എന്നുവെച്ചാൽ നമ്മൾ വർക്കിനെ സംബന്ധിച്ചാണ് ചില സമയങ്ങളിൽ പോകുന്നതെങ്കിലും ആവശ്യമില്ലാത്ത റൂട്ടിലേക്ക് കയറി അത് വെറുതെ പെട്രോളിന്റെ ഇനത്തിൽ പോകുന്നു. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാശ് കളയുന്നു. അത് പെർ ഡേ എല്ലാ ദിവസവും ഞാൻ ഓർക്കും ഈ നമ്മൾ ചെലവ് ചുരുക്കണം, ഇത് എഴുതി വെക്കണം, മണി മാനേജ്മെന്റ് ക്ലിയർ ചെയ്യണം, ടൈം മാനേജ്മെന്റ് ക്ലിയർ ചെയ്യണം. ഇതെല്ലാം മനസ്സിൽ ആലോചിക്കുന്നത് അത് പ്രവൃത്തി. ആൽക്കഹോളിക്സ് അനോണിമസ് എന്താ പറയുന്നത്? ഇത് നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, ഇത് പ്രവൃത്തിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തിയിലേക്ക് ഒരു പരിധിവരെയൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ആ പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു പോരായ്മ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഈ ഷെയറിങ്ങിലൂടെ അതിലേക്ക് നല്ലപോലെ മനസ്സിലാകുകയും ഇനി നാളെ ഒരു ദിവസം മുതൽ ഇതിനും മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഫെലോഷിപ്പിലൂടെ ഓരോ ഷെയറിങ്ങുകളിലൂടെയും ഓരോ ആൾക്കാർ ഷെയറിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്തിനാണെങ്കിലും വളരെ ഭംഗിയായിട്ട് രസകരമായി മുന്നോട്ട് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ഇനി എന്റെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വേറെയൊക്കെ ഉണ്ട്. പൊട്ടലും ചീറ്റലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വൈകല്യങ്ങളുണ്ട്. അപ്പച്ചന് പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥകളിലെ കൂടെ കടന്നു പോകണം. അതിന് മരുന്ന് കഴിക്കണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഇത്രയും പ്രശ്നങ്ങളിടയിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല രസകരമായിട്ട് ആനന്ദകരമായിട്ടും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് നിങ്ങൾ ഓരോരുത്തരും ഷെയറിങ്ങിലൂടെയും ഈ അത്ഭുത ഫെലോഷിപ്പിലുള്ള നിരന്തരമായ യാത്ര തന്നെ. എന്ത് തന്നെയാണെങ്കിലും സമയം അതിക്രമിച്ച്. അപ്പൊ എല്ലാവർക്കും സുഖത്തിന് നല്ല നാളുകൾ ആശംസിച്ചു നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. താങ്ക് യു ജോസൻ ചേട്ടാ. നമ്മുടെ മീറ്റിംഗിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവച്ച ബൈച്ചേട്ടൻ മൂവാറ്റുപുഴയ്ക്ക് ലിറ്റ്നസ് സാറിന്റെ ഗ്രൂപ്പിലും എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ഷെയറിംഗ് മീറ്റിംഗ് ആണ് ഞാനടക്കം ഓരോരുത്തരെയും ഏതെന്ന് മാത്രമേ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണെങ്കിൽ വളരെയേറെ നന്ദിയുണ്ട്. ഇന്ന് ലിറ്റ്നസ് സാർ ഗ്രൂപ്പിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. ഈയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതി ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊത്തിയെടുക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്തുമ്പോൾ താഴ്ത്തു പോട്ടുന്ന ഒരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരെ നാം എന്ന ധാരണയും സ്വയം സാധാവും അപ്രതീക്ഷിതമാണ്. യഥാർത്ഥ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സൗകര്യമുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നാകില്ല. ജീവിതത്തിലുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ കിട്ടാവില്ല. നമ്മളെ അന്താളിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉള്ളുളി കൊണ്ടുന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സവലാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോലി ചേട്ടാ, യെസ്, താങ്ക് യു. പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു എവരിബഡി. ചേട്ടാ